പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായ പ്രകാശ്, സതീഷ്, ജീവൻ എന്ന് മൂന്ന് ആൺമക്കളെ സത്യൻ്റെ അവകാശികളായി നമ്മളെ വിട്ടുപോയ സത്യൻ മാസ്റ്റർ ഓർമ്മകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഓർമ്മകൾ ഇന്നും ഈ കൊച്ചുമക്കളും എല്ലാവരും തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രശംസനീയമാണ്. സത്യൻ ഫൗണ്ടേഷൻ്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരില്ല. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതായത് അന്നത്തെ കാലത്ത് പ്രേം നസീർ, കൂടെ സത്യൻ മാഷ്, കൂടെ മധു, ഇങ്ങനെ 3 പേരാണ് അന്നത്തെ കാലത്ത് തിളങ്ങി നിന്ന വ്യക്തികൾ. ആദ്യം 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. മധു പിന്നെയാണ് വന്നത്. അത് സത്യൻ മാഷും അതിൻ്റെ കൂടെ തന്നെ നസീർ സാറും. അങ്ങനെ ആ 2 പേര് അന്ന് നിന്നിരുന്ന അതേ അവസ്ഥയിലാണ് ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലിനെയും നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഒരു മധു സാറിനെ നമ്മൾ അതിന് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് ആ പദവി നമുക്ക് കൊടുക്കാം. അങ്ങനെ ആ ഒരു അന്നത്തെ ആ ഒരു സ്റ്റേച്ചർ ഇന്ന് നമ്മുടെ പുതിയ നടന്മാരായ, ഇന്ന് അവർ സത്യമാഷയൊക്കെ സംബന്ധിച്ച് നോക്കും പുതിയ നടന്മാർ തന്നെയാണ്. അവർ വളരെ വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇൻഡസ്ട്രി കൊണ്ടുപോകുന്നുണ്ട്. അന്നത്തെ ഇൻഡസ്ട്രി നടത്തി കൊണ്ടുപോയത് സത്യമാഷിൻ്റെയും നസീർ സാറിൻ്റെയൊക്കെ ആ ഹിറ്റ് ചിത്രങ്ങൾ കണ്ടുകൊണ്ടും മാത്രമായിരുന്നു. സത്യൻ മാസ്റ്ററിൻ്റെ 113ാമത്തെ ജന്മദിനത്തിൽ ഇങ്ങനൊരു ചടങ്ങിൽ എന്നെ കൂടി ഭാഗവാക്കാക്കിയതിനും എന്നെ അതിൻ്റെ അധ്യക്ഷനായി വിളിച്ചതിനും ഞാൻ ഈ സത്യൻ മാഷ്ട കുടുംബത്തിനോട് എല്ലാവരോടും തന്നെ, എസ്പെഷ്യലി ആശയാണ് എന്നെ എല്ലാ കാര്യത്തിനും വിളിക്കുന്നത്, അപ്പോൾ ആശയോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നെ പറ്റി നല്ല വാക്ക് പറഞ്ഞ ആൽബർട്ട് അലക്സിനോടും നന്ദി പറയുന്നു. സത്യൻ മാഷ്ടയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ 113ാമത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചൊരു സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.